ഓരോരുത്തരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് കോട്ടയത്തും പലയിടത്തും ഒക്കെ കുറേശ്ശെയൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരു 500-ലധികം ആളുകൾക്ക് നമ്മൾ കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ വിഷമിക്കുന്നവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പല സന്മനസ്സുള്ള വ്യക്തികളോട് പറഞ്ഞ് നവജീവൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ഇങ്ങനെ കിറ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്കെല്ലാം എപ്പോഴും പ്രിയങ്കരനായ വാസവൻ ചേട്ടനെ വിളിച്ച് ഒരാശംസയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരണമെന്നുള്ള ഒരു വ്യക്തിപരമായ വലിയൊരു ആഗ്രഹമാണ് ഞാൻ. അതുകൊണ്ടാണ് മറ്റാരെയും ഈ കാര്യത്തിൽ നമ്മൾ വിളിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വാസവൻ ചേട്ടനെ നിങ്ങൾക്കായിട്ട് ഒരു ആശംസ പറയാൻ പ്രത്യേകമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ തോമസ് ചേട്ടൻ, പ്രിയപ്പെട്ട ഓട്ടോഷ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഓണം വരവാൻ നാടും നഗരവുമെല്ലാം ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുമ്പോൾ മറ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായി എന്നറിയാം. ആഗോളതലത്തിലും ദേശീയതലത്തിലും ഭീതിജനകമായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ട് COVID-19 അതിൻ്റെ രൗദ്രഭാവം കൊണ്ട് ഇപ്പോഴും 10,000-കണക്കിന് ജീവൻ അവഹരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇന്നത്തെ വാർത്തയും മാധ്യമങ്ങളിൽ കാണുമ്പോൾ ഭീതിപ്പെടുത്തുന്ന വാർത്തയാണ് ആഗോളതലത്തിലും ദേശീയതലത്തിലും കാണാൻ കഴിഞ്ഞിട്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് മരണനിരക്ക് പരിമിതപ്പെടുത്തി ഈ രംഗത്ത് പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യം ഒരുക്കുകയും പ്രതിരോധവും ആശ്വാസവും ഉയർവരുന്ന സ്ഥിതിവിശേഷം. ഇത്തരം ഒരു ഘട്ടം നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആഘോഷങ്ങളും ആരവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ പരിവപ്പെടുത്താമെന്ന് ആലോചിക്കുന്ന പൊതുസമൂഹം ആഘോഷങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് പഴയതുപോലെ ആരവങ്ങളില്ലാതെ, സമയങ്ങളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ, എന്നിരുന്നാലും മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ് ഓണം. ആ ഓണം ഏതൊരർത്ഥത്തിലും മറ്റ്
മറ്റ് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കിയാലും ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. മാവേലി നാട് വാണിയിരുന്ന കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സങ്കല്പം അർത്ഥപൂർണമാക്കുന്നൊരവസ്ഥ എല്ലാ കാലഘട്ടത്തിലും മലയാളി വെച്ചു പുലർത്താണ്. സമത്വത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശങ്ങളെല്ലാം ഉയർത്തിയാണ് യഥാർത്ഥത്തിൽ ഓണം നമ്മുടെ നാട്ടിൽ വരുന്നത്. നിശ്ചയമായും ആ ഓണത്തെ ആ രൂപത്തിൽ തന്നെ വരവേൽക്കാനും നമുക്ക് ഈ പരിമിതികൾക്കും പ്രയാസങ്ങൾക്കും ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഓണത്തെ എല്ലാ അർത്ഥത്തിലും സ്വന്തം ഭവനങ്ങളിൽ നമുക്ക് ആഘോഷിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് പൊതുവിൽ സമൂഹം ഉണർന്നിരിക്കുക. സംസ്ഥാനത്ത് ഗവൺമെന്റും പ്രവചന സാധനങ്ങളും കിറ്റുകളും റേഷനുകളുമെല്ലാം വീടുകളിലെത്തിച്ച് ചെറിയ രൂപത്തിലുള്ള പൈസ ഓട്ടോറിക്ഷക്കാർക്കടക്കം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ചെറിയ രൂപത്തിലുള്ള ആശ്വാസങ്ങൾ എല്ലാവർക്കും പകർന്നുകൊണ്ടുമാണ് ഓണം വരവേൽക്കാൻ ഗവൺമെന്റ് തയ്യാറെടുത്തിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്കേറെ ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണ് തോമസ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് പലവ്യഞ്ജനങ്ങളെല്ലാം റേഷൻ ഗവൺമെന്റും റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടുമെങ്കിലും പച്ചക്കറികൾ കിട്ടുന്നു. പച്ചക്കറികൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസവും. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്നത് മൈസൂരിൽ നിന്നും മറ്റു മേഖലയിൽ നിന്നെല്ലാം പച്ചക്കറികൾ കൊണ്ടുവന്നിവിടെ വിതരണം ചെയ്യുക. ഇപ്പോൾ പല രൂപത്തിലുള്ള പരിമിതിയും അങ്ങനത്തെ കൊണ്ടുവരവിനുമാണ്. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനം നല്ല രൂപത്തിൽ പച്ചക്കറി ഉത്പാദിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു പ്രതീക്ഷാ നിർഭര സാധ്യത നിലവിലുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറി വിഭവങ്ങൾ സമാഹരിച്ച് തരാൻ സന്മനസ് കാണിച്ച് മുന്നോട്ട് വന്ന തോമസ് എന്നോട് നമുക്കുള്ള നന്ദിയും കടപ്പാടും നിസ്സീമമാണ്. ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടി മുൻകൈയെടുത്ത തോമസ് എന്നേയും നവജീവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.